സംഭവത്തിലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പുറത്തുവരുന്നത് മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന വിവരങ്ങളാണ്. ഒരുമിച്ച് മരിക്കാമെന്ന് വിശ്വസിപ്പിച്ച് യുവതിയെ തന്ത്രപൂർവ്വം വിളിച്ചു വരുത്തിയ ശേഷം കൊലപ്പെടുത്തിയ പ്രതി വൈശാഖൻ മരണശേഷവും മൃതദേഹത്തോട് ലൈംഗിക വൈകൃതം കാട്ടിയെന്ന ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ് ഇപ്പോൾ പുറം ലോകം അറിയുന്നത്. സംഭവ സ്ഥലമായ വർക്ക്ഷോപ്പിനുള്ളിലെ ക്യാമറകളിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ പരിശോധിച്ചതോടെയാണ് ക്രൂരമായ കൊലപാതകത്തിന്റെയും അതിനുശേഷം നടന്ന ലൈംഗിക അതിക്രമത്തിന്റെയും ചുഴലഴിയുന്നത്. യുവതിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുന്നതും തുടർന്ന് അചേതനമായ ശരീരത്തോട് പ്രതി ലൈംഗിക വൈകൃതങ്ങളിൽ ഏർപ്പെടുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നു. കൊലപാതകത്തിന് ശേഷം തെളിവുകൾ നശിപ്പിക്കുന്നതിന്റെ ഭാഗമായി CCTV ദൃശ്യങ്ങൾ അടങ്ങിയ ഹാർഡ് ഡിസ്ക് മാറ്റാൻ വൈശാഖൻ പദ്ധതിയിട്ടിരുന്നു. എന്നാൽ യുവതിക്കൊപ്പം മയക്കുമരുന്ന് കലർത്തിയ പാനീയം കഴിച്ച ഇയാൾ അവശനിലയിലായി ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടതോടെ ആ നീക്കം പാളിപ്പോവുകയായിരുന്നു. വർക്ക്ഷോപ്പ് സീൽ ചെയ്ത പോലീസ് പിന്നീട് ശാസ്ത്രീയമായ തെളിവെടുപ്പുകളിലൂടെയാണ് പ്രതിയുടെ മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്തിയത്. യുവതിയെ മരണശേഷം പീഡിപ്പിച്ചുവെന്ന് കരുതുന്ന സ്ഥലത്തെ സ്രവങ്ങളും മണ്ണും ഫോറൻസിക് വിദഗ്ധർ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് യുവതിയുടെ ബാഗിൽ നിന്ന് കണ്ടെത്തിയ ഡയറിയിലെ കുറിപ്പുകളാണ്. +1 കാലം മുതൽ വൈശാഖൻ തന്നെ പീഡിപ്പിച്ചിരുന്നുവെന്നും അയാൾക്ക് കടുത്ത ലൈംഗിക വൈകൃതങ്ങൾ ഉണ്ടായിരുന്നുവെന്നും യുവതി തന്റെ ഡയറിയിൽ രേഖപ്പെടുത്തിയിരുന്നു.